വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ എന്താണ് ഇങ്ങനെ ഒരു ടേബിളൊക്കെ വരച്ച് ഇരിക്കുന്നത് എന്നുള്ളത്? വേറെ ഒന്നുമല്ല, അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ടാകും അല്ലെ. 3-3.5 മാസമൊക്കെ ഉള്ളൂ നമുക്ക് ഇനി ആ ഒരു എക്സാമിന്. ഒറ്റ പരീക്ഷയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സിലബസിലെ ഓരോ പോർഷൻ എടുത്ത് കൃത്യമായിട്ട് പഠിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ആൻസർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അത് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് വേണമെങ്കിൽ നമുക്ക് ആ 100 ചോദ്യങ്ങൾ കട്ട് ചെയ്ത് ഓരോ ദിവസവും ആയിട്ട് തീർക്കാം, ഒറ്റയടിക്ക് ബുദ്ധിമുട്ടുള്ളവർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കുറേയധികം ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെയും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പഠിക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോർഷനും കൂടെ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ട് പഠിച്ചു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ പോർഷൻസ് കവർ ചെയ്യാൻ സാധിക്കുള്ളൂ. അവർ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ഏതാണെന്ന് കൂടുതൽ മനസ്സിലാക്കി നമ്മൾ പഠിക്കണം. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. കുറേയധികം ഫാക്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ മഗപ്പ് ചെയ്താൽ നമുക്ക് തന്നെ പഠിക്കുന്നതിനോടുള്ളൊരു ഇഷ്ടവും കുറയും. നല്ല രീതിയിൽ പഠിക്കാനും പറ്റില്ല. കുറേ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ച് എടുക്കാൻ ശ്രമിക്കും. അതിനേക്കാളും നല്ലത് ഇവർ ചോദ്യ പേപ്പറുകളിൽ കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഏരിയാസ് ആണ്, ഇനി അതിനോട് റിലേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ഇതാണെങ്കിലും മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ടേബിളിൽ ഞാൻ ഓൾറെഡി വരച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ, പ്ലസ് 2 ലെവൽ, 10th ലെവൽ, പിന്നെ LGS അങ്ങനെയുള്ള ഇതിൽ നമുക്കൊരു 2020 തൊട്ട് 2025 വരെ ഞാൻ എഴുതിയതാണ്. കാരണം 2025ലും ചിലതൊക്കെ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതിൽ പ്രിലിംസ്, മെയിൻസ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിന് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡുകളാണ് നമ്മൾ ഓരോ വർഷത്തിൻ്റെയും ഇതിൽ എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇതാക്കിക്കണം. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ആയിട്ട് ഇട്ടത് ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസ് 2023 പ്രിലിംസിലെ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പ്രിലിംസിൻ്റെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. 031, 037 എന്ന് പറയുന്ന 2 പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും കൂടെ കഴിയുമ്പോൾ ആ ഒരു പേപ്പർ. അപ്പോൾ 2 പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഡിഗ്രി ലെവലിൽ 2023. ഇങ്ങനെ ഓരോ വർഷത്തെയും നമ്മൾ ഏതൊക്കെ പേപ്പറുകളാണെന്നുള്ള ഈ കോഡുകൾ നമ്മളിങ്ങനെ ഈ ഒരു ടേബിൾ വരച്ച് എഴുതി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ, ഏതൊക്കെ കോഡുകൾ ഏതൊക്കെ ഇയറിലെ ആണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അത് ഏതൊക്കെ ലെവലിലുള്ള എക്സാമുകളാണ്, ഡിഗ്രി ലെവലാണോ, പ്ലസ് 2 ലെവലാണോ, 10th ഇതിലുള്ളതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് പഠിക്കുന്നത് നമുക്ക് എളുപ്പമാണ്. ഇതൊക്കെ ഈ കോഡുകളൊക്കെ ഇതിൻ്റെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഈ ലെവലിലുള്ളത് പഠിക്കുക എന്നുള്ളത്. നമ്മൾ നോക്കിയ പേപ്പറുകൾ നമ്മളിങ്ങനെ ഈ ടേബിളിൽ ഒന്ന് എഴുതി വെക്കുക, ഏതൊക്കെ കോഡുകളുടെ നോക്കിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നീടത്തെ ഒരു യൂസിന് നമുക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക, അങ്ങനെ വല്ലതും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ വെച്ച് വരച്ച് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഉപകാരമായിരിക്കും. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇതായ വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാവണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഈ ഡിസ്കഷൻ കാണണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ട്രസ്റ്റ് മീ, ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഞാനിതിൽ പറഞ്ഞു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി എഴുതാൻ പോകുന്ന എക്സാമിന് ഇത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാം. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ 20 ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 21ാമത്തെ നോക്കാൻ പോവുകയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് 42ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? സോഷ്യലിസ്റ്റ് ആണ്. അതായത് 42ാം ഭേദഗതിയിലൂടെ വന്ന മാറ്റങ്ങൾ കുറേ ഉണ്ട്. അതിൽ പ്രിയാമ്പിളിൽ ചേർത്തത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ദെൻ ഇന്റഗ്രിറ്റി, യൂണിറ്റി എന്ന് മാത്രമായിരുന്നു. അതിൽ ഇന്റഗ്രിറ്റിയും കൂടെ എന്ത് ചെയ്തു, ചേർത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 42ാം ഭേദഗതിയിലൂടെ പ്രിയാമ്പിളിലോട്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 42ാമത് അമെൻമെന്റ് നമ്മൾ നോക്കും. എന്തൊക്കെയാണ് 42ാമത്തെ അമെൻമെന്റിലൂടെ വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. പ്രിയാമ്പിളിൽ മാറ്റം വന്നത് ഇതൊക്കെയാണ്. പക്ഷേ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഈ ഒരു അമെൻമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ എണ്ണത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു 42ാം ഭേദഗതിയിൽ വേറെയും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമുക്ക് ഇനി അങ്ങോട്ടുള്ളതിൽ എന്ത് ചെയ്യുക, ചോദ്യമായിട്ട് വരാം. അല്ലാണ്ട് ഇത് തന്നെ എക്സാക്ട് ആയിട്ട് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ 42nd അമെൻമെന്റ് നോക്കണം. അതിനോടൊപ്പം പ്രിയാമ്പിളിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ പ്രിയാമ്പിളിനെയും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ ഏരിയാസ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. നമുക്ക് പഠിക്കാനാണെങ്കിൽ കുറേയധികം ഭേദഗതികളുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് പറയാനാണെങ്കിൽ. പക്ഷെ കൂടുതലും ചോദിച്ചു കണ്ടേക്കുന്ന ഭേദഗതികൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. കാരണം ഓരോ ഭേദഗതിയിലും വളരെയധികം പ്രാധാന്യമുള്ള കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് സെലക്റ്റീവായിട്ട് കുറച്ച് അമെൻമെന്റ്സ് ആണ് സിലബസിൽ പറയുന്നത് എങ്കിൽ പോലും ചോദിച്ചു കണ്ടേക്കുന്നത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ അമെൻമെന്റുകൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ 42nd അമെൻമെന്റ് 1976 വരുന്നത്. ഈ സമയത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതുപോലെ ലോ മിനിസ്റ്ററും കൂടെ നോക്കുന്നത് നല്ലതാണ്, HR ഖോഖലെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ വേണം പഠിക്കാൻ, ഇങ്ങനെ വേണം പഠിക്കാൻ. ഓക്കെ,
അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ കുറച്ചധികം മെമ്പേഴ്സ് ഉണ്ട്, നമുക്ക് നോക്കി വെക്കാൻ അല്ലേ. അപ്പോൾ ആ മെമ്പേഴ്സിൽ ഇല്ലാതിരുന്ന ഒരാൾ ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു, വനിതാ അംഗങ്ങൾ, മലയാളികൾ, അതുപോലെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, എത്ര കമ്മിറ്റീസ്, മേജർ കമ്മിറ്റീസ്, എത്ര മൈനർ കമ്മിറ്റീസ്, അതിൽ ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഓരോരുത്തർക്കും എന്തൊക്കെ ഇതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം? ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നത് എങ്ങനെ ഭേദഗതി ചെയ്യാം എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് അല്ലെ. പക്ഷെ ഇതിൽ പ്രൊവിഷണൽ ആൻസർ കീഴിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉത്തരം എന്ന് പറയുന്നത് പ്രത്യേക നടപടിക്രമം വഴി, സ്പെഷ്യൽ പ്രൊസീജിയർ എന്നുള്ളതാണ്. അതേസമയം ഫൈനൽ ആൻസർ കീഴിൽ കൊടുത്തത് പ്രത്യേക ഭൂരിപക്ഷത്തോടെ, സ്പെഷ്യൽ മെജോറിറ്റി എന്നാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്. സ്പെഷ്യൽ പ്രൊസീജിയർ പറയുന്നുണ്ട് എങ്ങനെയാണ് ആർട്ടിക്കിൾ 368 അമെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതൊരു സ്പെഷ്യൽ പ്രൊസീജിയർ ആണ് പറയുന്നത്. ആ പ്രൊസീജിയറിൽ പറയുന്നത് അതായത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ എന്ത് ചെയ്യണം, പാസ്സാക്കണം. ഒപ്പം 50% അതായത് പകുതി സ്റ്റേറ്റ്സ് എന്ത് ചെയ്യണം, റാറ്റിഫൈ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്പെഷ്യൽ മെജോറിറ്റിയും അതിൽ പറയുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ടായിരിക്കണം ഇത് പ്രത്യേക നടപടിക്രമം വഴി എന്നുള്ളത് മാറി പിന്നീട് പ്രത്യേക ഭൂരിപക്ഷത്തോടെ എന്നുള്ളതിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ, അതായത് അമെൻമെന്റ്സിനെ സംബന്ധിച്ച് നോക്കണം. ഏതൊക്കെ തരത്തിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പഠിക്കേണ്ട എങ്ങനെയാണ്, കറസ്പോണ്ടിങ് ആയിട്ട് അമെൻമെന്റുകൾ എങ്ങനെയാണ് അമെൻഡ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ തരത്തിലുള്ള ഇതിലാണ് സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി, അബ്സല്യൂട്ട് മെജോറിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഈ പറയുന്ന ഭൂരിപക്ഷങ്ങളോട് അല്ലെങ്കിൽ ഈ ഒരു ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കാൻ പറ്റുന്നത്, അങ്ങനെ വേണം പഠിക്കാൻ. ഓക്കെ, അതാണ് നമുക്ക് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് പഠിച്ചു പോകേണ്ടത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല. പത്രസ്വാതന്ത്ര്യം തികച്ചും ശരിയാണ്. പത്രങ്ങൾ സാധാരണ നികുതിയിൽ നിന്ന് മുക്തമാണ്. ആർട്ടിക്കിൾ 19 പ്രകാരം പത്രങ്ങൾക്ക് പ്രത്യേക പദവികളുണ്ട്. ഇതില് നമുക്ക് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. അപ്പോൾ 3 തെറ്റാണ്. ഇതിൽ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, മൗലിക അവകാശങ്ങളിൽ നമുക്ക് അതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറയുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 19 മുതൽ 22 വരെ പറയുന്ന റൈറ്റ് ടു ഫ്രീഡം അല്ലേ, അതുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് 19 മുതൽ 22 വരെയുള്ളതാണ് പഠിക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട്. കാരണം ഇന്ത്യൻ ഭരണഘടനയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ബാക്കിയുള്ള അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പത്രസ്വാതന്ത്ര്യം തികച്ചും ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിന്റെ ഈ ഒരു ഇതിൽ ഇത് നമുക്ക് ശരിയാണ്, അത് ശരിയായ ഒരു കാര്യമല്ലേ എന്ന് വിചാരിക്കുക. പക്ഷേ ഇംഗ്ലീഷിന്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് പ്രസ് ഈസ് അബ്സല്യൂട്ട് എന്നുള്ള രീതിയിലാണ് പറയാം. അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് റിലേറ്റഡ് ആയി പൂർണ്ണമായിട്ട് എന്തുണ്ട്, അവർക്ക് ഫുൾ ഫ്രീഡത്തിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കാൻ ഇതുണ്ട് എന്നുള്ളതാണ് അർത്ഥം വരിക. അപ്പോൾ അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന വാക്കിന്റെ പ്രാധാന്യം നമുക്കറിയാം. ഒരു സംഭവം അബ്സല്യൂട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, പൂർണ്ണമായിട്ട് ഫുള്ളി അതിനുള്ള ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം അല്ലെ. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുമ്പോൾ പറയുന്നതാണ്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട്, ദേ ആർ ക്വാളിഫൈഡ്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, അതെന്താണ്, ക്വാളിഫൈഡ് ആണ്. ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ സാധിക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ. അത് നമ്മൾ പല സിറ്റുവേഷൻസിൽ പറയുന്നില്ല. അപ്പോൾ ഇവിടെയും ഉദ്ദേശിക്കുന്നതാണ് പത്രസ്വാതന്ത്ര്യം തികച്ചും ശരിയാണെന്നുള്ള മലയാളത്തിന്റെ ഒരു ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആകും. അബ്സല്യൂട്ട് ആണോ എന്നുള്ളതാണ് ചോദിച്ചത്. ഒരു സംഭവം നമുക്ക് അബ്സല്യൂട്ട് ആയിട്ട് കിട്ടുമോ, ഇല്ല, അവിടെയും പത്രസ്വാതന്ത്ര്യത്തിനും ചില റെസ്ട്രിക്ഷൻസ് കൊടുക്കും അല്ലെ. അപ്പോൾ അത് തെറ്റായിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ പത്രങ്ങൾ സാധാരണ നികുതിയിൽ നിന്ന് മുക്തമാണോ, ഒരിക്കലും അല്ല, നികുതി കൊടുക്കണം. ദെൻ ആർട്ടിക്കിൾ 19 പ്രകാരം പത്രങ്ങൾക്ക് പ്രത്യേക പദവികളുണ്ട്, അത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ ആർട്ടിക്കിൾ 19 അങ്ങനെ സ്പെഷ്യലി പ്രസിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് എന്താണ് സുപ്രീം കോടതി വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ 19 ആ ഒരു ഫ്രീഡത്തിൽ നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ, അതുപോലെ തന്നെ റൈറ്റ് ടു ബി സൈലന്റ്, അതായത് സൈലന്റ് ആയിട്ട് ഇരിക്കാനുള്ള അവകാശം, അതുപോലെ പത്രസ്വാതന്ത്ര്യം, അതും സുപ്രീം കോടതിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 19 ഇങ്ങനത്തെ സംഭവങ്ങളും എന്താണ് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ, അല്ലാതെ ആർട്ടിക്കിൾ 19 അങ്ങനത്തെ ഒരു കാര്യം പറയുന്നില്ല. ഓക്കെ, പ്രത്യേക പദവികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷെ ഈ ഒരു ചോദ്യം കാണുമ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പഠിക്കേണ്ടത്. ആ റൈറ്റ്സിൽ മെയിൻലി നമ്മൾ സെക്കൻഡ് ഇതിൽ പറയുന്ന റൈറ്റ് ടു ഫ്രീഡം ആണ് നോക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352 ഏർപ്പെടുത്തിയിട്ടുണ്ട്? അത് എല്ലാവർക്കും അറിയാം. 1962, ദെൻ 71 അല്ലെ, ദെൻ 72, ഇങ്ങനെയാണ് നാഷണൽ എമർജൻസി വന്നിട്ടുള്ളത് അല്ലെ. മൂന്നെണ്ണമാണ് നമ്മളോട് സ്പെഷ്യലി ആർട്ടിക്കിൾ 352 പറഞ്ഞിട്ടുണ്ട്. ഇതില് നമുക്ക് വേറെ ഡൗട്ട് ഒന്നും വേണ്ട, 3 തവണയാണ് എന്നുള്ളത്.
അപ്പോൾ എത്ര തരത്തിലുള്ള എമർജൻസീസ് ഉണ്ട്? ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ എത്ര തരത്തിലുള്ള എമർജൻസീസ് ഉണ്ട്? അതിന്റെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എമർജൻസി പീരീഡിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് എന്താണ് അത് കർട്ടെയിൽ ചെയ്യാൻ പറ്റുക? ഏതൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഏതാണ് ചെയ്യാൻ പറ്റാത്തത്? ഏത് അവസ്ഥയിലാണെങ്കിൽ എമർജൻസി പീരീഡിൽ പോലും കർട്ടെയിൽ ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിൾ ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എന്നുള്ളതൊക്കെയാണ് ഇതിൽ നിന്ന് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രവർത്തനമല്ലാത്തത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ UPSC നമുക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ UPSC പഠിക്കേണ്ടതാണ്, സ്റ്റേറ്റ് PSC കേരള PSCയെ സംബന്ധിച്ച് പഠിക്കേണ്ടതാണ്, ഫംഗ്ഷൻസ് അംഗങ്ങളുടെയൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് UPSCനെ കുറിച്ചുള്ളത് നോക്കിയാൽ മതി. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? അതെ. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻസ്, അതിൽ എത്ര പേരുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഈ ഫംഗ്ഷൻസും അതുപോലെ അവരുടെ അധികാരങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. കാരണം അത് കുറേ ഉണ്ട്, നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ അതൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നും. നമുക്ക് നോക്കാം. തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. യൂണിയന്റെയും സംസ്ഥാന സേവനങ്ങളുടെയും സേവനങ്ങളിലേക്കുള്ള നിയമനങ്ങൾക്കായി പരീക്ഷകൾ നടത്താം. ശരിയാണ്. യൂണിയന്റെ സ്റ്റേറ്റ് സർവീസിനും വേണ്ടിയിട്ടുള്ളത് നടത്താൻ സാധിക്കും പരീക്ഷ. ഇപ്പോൾ IAS ഒക്കെ ആണെങ്കിൽ സ്റ്റേറ്റിലും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, പെട്ടെന്ന് സംസ്ഥാന സേവനങ്ങളുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് അത് സ്റ്റേറ്റ് സർവീസിൽ വരുന്നതല്ലേ, അത് കേരള PSC അതുപോലെയുള്ള സ്റ്റേറ്റ് PSCകളല്ലേ നടത്തേണ്ടത് എന്നുള്ളത് ചിന്തിക്കരുത്. സർക്കാരിന് കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെ ബാധിക്കുന്ന അച്ചടക്ക കാര്യങ്ങളിൽ കൂടി ആലോചിക്കുന്നത് അതും ശരിയാണ്. സൈനിക സേവനങ്ങളിലേക്കുള്ള നിയമന രീതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടി ആലോചിക്കുന്നത് അത് വരും. മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിലിറ്ററി സർവീസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും UPSCയുടെ ഇതിൽ വരുന്നതല്ല. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. നമുക്ക് ആൻസർ കിട്ടി. എന്നാലും ലാസ്റ്റത്തെ നോക്കാം. ഇന്ത്യ ഗവൺമെന്റിൽ സേവനം അനുഷ്ഠിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടായ പരിക്കുകളുടെ കാര്യത്തിൽ പെൻഷൻ നൽകുന്നതിനെ ക്ലെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ആലോചിക്കേണ്ടത് UPSCയുടെ ഫംഗ്ഷൻസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രൊവിഷണൽ ആൻസർ കീഴിൽ കറക്റ്റ് ചെയ്യാൻ ആൻസർ തന്നെ കൊടുത്തു. പക്ഷേ ഫൈനലിൽ ഇത് വന്നപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബാക്കിയെല്ലാം 3 ഫംഗ്ഷൻസ് ആണ്. പക്ഷേ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, UPSCയുടെ യാതൊരുവിധ ഇന്റർവെൻഷനും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ചറിയുക. പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2022 ഡാറ്റ പ്രകാരമാണ് എന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ നാഷണൽ പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. അതിൽ 8 നാഷണൽ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു 2023 അത് ഓക്കെയാണ്. പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസന്റ് ഞാൻ അതിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയിരുന്നില്ല, അറ്റ് പ്രസന്റ് 6 നാഷണൽ പാർട്ടീസ് ആണുള്ളത്. ഞാൻ പക്ഷേ അതിന്റെ കമന്റ് ആ ഒരു വീഡിയോ ഉണ്ട്, ഡിഗ്രി ലെവൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിന്റെ താഴെ കമന്റ്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ആൻസർ. 6 നാഷണൽ പാർട്ടീസ് ആണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 6 നാഷണൽ പാർട്ടീസേ ഉള്ളൂ. ഈ നാഷണൽ പാർട്ടീസിന് ഉണ്ടാവാൻ ഒരു പാർട്ടി എപ്പോഴാണ് നാഷണൽ പാർട്ടി ആയിട്ട് പറയുക അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് പറയുക എന്നുള്ളതിന് കുറച്ച് ക്രൈറ്റീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൂടുതലും 10th ലെവലിലൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇൻ കേസ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാം. ഇതിൽ താഴെ തന്നിട്ടുള്ള വേദി ഏതാണ് ദേശീയ പാർട്ടി ആയത് അല്ലെങ്കിൽ അല്ലാത്തത്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം. ഈ 2022 ഡാറ്റ പ്രകാരം പറയുമ്പോൾ ഇതിന്റെ ഉത്തരം ആം ആദ്മി പാർട്ടിയാണ്. പക്ഷേ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഒരു നാഷണൽ പാർട്ടിയാണ്. ഓക്കെ, 6 നാഷണൽ പാർട്ടീസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. 6 ഉള്ളൂ. എന്നാൽ സ്റ്റേറ്റ് പാർട്ടീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന് AAP, ദെൻ BSP അതായത് ബഹുജൻ സമാജ് പാർട്ടി, ദെൻ BJP, ദെൻ CPIM, ദെൻ INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദെൻ NPP നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഉള്ളത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെയോ കുറിച്ചുള്ള ആശങ്കകൾക്കായി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വിതരണം ചെയ്യുന്നതിന് എത്ര സമയം നൽകിയിട്ടുണ്ട്? 48 മണിക്കൂറാണ്, നമുക്കറിയാം അതിന്റെ ആൻസർ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആക്ട് കൃത്യമായിട്ട് പഠിക്കണം. കാരണം നമുക്ക് ഇമ്പോർട്ടന്റ് ആക്ട്സിൽ ഇത് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഈ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിനുള്ള യോഗ്യത താഴെ പറയുന്നവയിൽ ഏതാണ്? നമ്മൾ ഓൾറെഡി കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു ടെസ്റ്റ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റായിട്ട് നിയമിക്കുന്നതിനുള്ള യോഗ്യതയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഇത് യോഗ്യതയായിട്ട് വരുന്നത് സേവനം അനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജി. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ആക്ടുകൾ വന്നിട്ടുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷനും കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്. മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, എമർജൻസി, UPSC ഇതൊക്കെ നമ്മൾ നോക്കണം ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ നമുക്ക് എന്താണ് കവർ ചെയ്ത് പോകാൻ സാധിക്കും. അടുത്ത ചോദ്യം ഒരു കറണ്ട് അഫയർ ആണ്. ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് ഇപ്പോഴും ചോദിക്കാം കേട്ടോ. കർണാടകയാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടിയാട്ടമാണ്. ഇത് നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് ചോദിക്കാം. ദെൻ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം തൃശ്ശൂരാണ്. കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി എല്ലാവർക്കും അറിയാം ആറന്മുളയാണ്. 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ഇറ്റലിയാണ്, നമുക്കറിയാം. രാമകഥാപാട്ടിന്റെ രചയിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യപ്പപ്പിള്ള ആശാനാണ്. ഓക്കെ,
അടുത്തത് ഈ കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക ഇത് ഇതാരെന്നായിരിക്കും, അങ്ങനത്തെ രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പോൾ അത് സി രാധാകൃഷ്ണനാണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം എല്ലാവർക്കും അറിയാം 1888. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേരെന്താണ്? അയ്യങ്കാളി. ദെൻ കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ഏതാണ്? കുസാറ്റ് ആണ്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയതാരാണ്? കിലിയൻ എംബാപ്പെ. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്? അത് കമ്പൈലർ ആണ്. ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? സിസ്റ്റം സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ പഠിക്കാനുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിന്റെ ഭാഗം പഠിക്കണം. IT-യുടെ എന്താണ് സോഫ്റ്റ്വെയർ, എത്ര തരം സോഫ്റ്റ്വെയറുകളുണ്ട്, സിസ്റ്റം ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന്റെ എക്സാമ്പിൾ ഓരോന്നും ഇറക്കിയത് അതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക്. ദെൻ താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇന്റലിജന്റ് ആയിട്ട് കണക്കാക്കുന്നത്? അപ്പോൾ മോസ്റ്റ് ഇന്റലിജന്റ് ഡിവൈസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൂട്ടറാണ്. ഈ പറയുന്ന ഓരോ ഉപകരണങ്ങളെ കുറിച്ചും കൃത്യമായിട്ട്, അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഉപകരണങ്ങളെ കുറിച്ചും പഠിക്കണം, എന്താണ് അവയുടെ പ്രത്യേകത ഓരോന്നിന്റെ, അങ്ങനെ പഠിച്ചു പോകണം. നെക്സ്റ്റ് ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഇതൊക്കെ ചോദിക്കട്ടെ വീണ്ടും. HP Cray X235A എന്നുള്ളതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ സെർച്ച് എഞ്ചിൻ എന്താണ്, വെബ് ബ്രൗസർ എന്താണ്, അതിന്റെ എക്സാമ്പിൾസ്, അത് ഏതൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനീസ് കൊണ്ടുവന്നതാണെന്നുള്ളത് പഠിക്കണം. നമുക്ക് വീണ്ടും ചോദിക്കാം. അപ്പോൾ ഇതിൽ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിങ് ആണ്. ഓക്കെ, ബിങ് ആണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഇതിൽ ഡക്ഡക്കോ എന്ന് പറയുന്നത് ഒരു വ്യക്തി കൊണ്ടുവന്നതാണ്, ഗബ്രിയേൽ വീൻബർഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൊണ്ടുവന്നതാണ്. ദെൻ യാൻഡെക്സ് എന്ന് പറയുന്നത് റഷ്യയുടെയാണ്. ഓക്കെ, യാൻഡെക്സ് റഷ്യയുടെ സെർച്ച് എഞ്ചിനാണ്. എന്നാൽ ബൈദു ചൈനയുടെയാണ്. ഇത് വീണ്ടും ചോദിക്കാട്ടോ, നമ്മളോട് ചിലപ്പോൾ യാൻഡെക്സ് ഒക്കെ ചോദിക്കാം, ഓർത്ത് വയ്ക്കുക. മെമ്മറിയുമായി ബന്ധപ്പെട്ട SSDയുടെ പൂർണ്ണരൂപം നമുക്കറിയാം, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്. ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നരീന്ദർ സിംഗ് കപാനി. ഇത് നമ്മളോട് വീണ്ടും ചോദിക്കൂട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ഏതാണ്? ഇത് നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ L1 എന്താണ്, ചന്ദ്രയാൻ 2 എന്താണ്, എക്സ്പോസാറ്റ് എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിന്റെ ആൻസർ ആസ്ട്രോസാറ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജ്ജ സ്രോതസ്? അതായത് നോൺ റിന്യൂവബിൾ എനർജി ഏതാണ്? അത് ആണവോർജ്ജമാണ്. ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം, ഞാൻ ഇപ്പോഴത്തെ ആൻസർ പറയാം, ലാർജസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇപ്പോൾ അറ്റ് പ്രസന്റ്, കാരണം നമ്മൾ പഠിക്കുമ്പോൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് പഠിക്കണ്ടേ. അപ്പോൾ അത് കച്ച് ഡെസേർട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് കേട്ടോ, ഇൻ ഗുജറാത്ത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, കച്ച് ഡെസേർട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെ വൈൽഡ് ആസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം, ഗുജറാത്തിൽ ആ ഒരു മേഖലയിലൊക്കെ കാണപ്പെടുന്നത്. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം. നെക്സ്റ്റ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഡെറാഡൂണിലാണ്. നെക്സ്റ്റ് ഇംഗ്ലീഷിലെ ചോദ്യം ജസ്റ്റ് ഒന്ന് വേഗം നോക്കാം, കാരണം ചോദ്യ പേപ്പർ വെച്ച് പഠിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ നോക്കി, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് ഗിവൻ ബിലോ. ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ്. ആ ഒരു എക്സ്ക്ലമേഷൻ ചിഹ്നം കാണുമ്പോൾ തന്നെ അറിയാം എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ദെൻ ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ, ലുക്സ് ലൈക്ക് യുവർ ബ്രദർ അല്ലെ, അങ്ങനെയല്ലേ വരുള്ളൂ, നമുക്ക് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം. ദെൻ ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. അവൻ അപ്ലൈ ചെയ്ത ആ ജോബ് ഇന്ന് സ്പെസിഫൈ ചെയ്യുമ്പോൾ അത് ഏത് ആർട്ടിക്കിളാണ്? ദ എന്നുള്ളതാണ് വരുന്നത് അല്ലേ. ദെൻ യൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റൻ ടാഗ്. ഷീ ഹാസ് നെവർ സീൻ ഹിം. ഇതിൽ ഹാസ് നെവർ, അതായത് ഒരേ സമയം നമുക്കറിയാം പോസിറ്റീവ് വന്നാൽ നെഗറ്റീവ് ആക്കണം, നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആക്കണം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഹാസ് നെവർ, നെവർ എന്നുള്ള നെഗറ്റീവ് വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ എന്തേ വരുള്ളൂ? ഹാസ് ഷീ. ദെൻ ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. ഇത് പാസ്റ്റ് പെർഫെക്റ്റിന്റെ റൂൾ വെച്ചിട്ടാണ് വരുന്നത്, ഹാഡ് മെറ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ്, റോസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഏതാണ് ദ മോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ദെൻ അമിത് വെയിറ്റഡ് ഫോർ ഹെർ ഡാഷ് ദ എൻട്രൻസ്. ഏത് ആ എൻട്രൻസിന്റെ അവിടെ ആ ഒരു സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഏത് പ്രൊപ്പോസിഷനാണ് വരിക? അറ്റാണ് വരിക. ദ ബേബി ഡാഷ് വോണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്, ഹി വോണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. ഈസ് നോട്ട് എന്നല്ല വരിക, ഡസൻറ്റ് വോണ്ട് ടു എന്നുള്ളതാണ് വരിക ആൻസർ. കറക്റ്റ് ദ ഫ്ലോയിങ് സെന്റൻസ്. ദ ഓൾഡ് വുമൻ ഹാസ് സ്ലെപ്റ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ്. ഇതിൽ നമുക്ക് ലാസ്റ്റ് നൈറ്റ് വരുമ്പോൾ തന്നെ അറിയണം, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക്, യെസ്റ്റർഡേ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റ് മതി, അപ്പോൾ സ്ലെപ്റ്റ് ആണ്. ദ ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ. അതായത് ഇത്രയേ ഉള്ളൂ വെള്ളം, അത് ഗാർഡൻ നനയ്ക്കാനുള്ളത് അത്രയും ഇല്ല എന്നുള്ളത് വരുമ്പോൾ നമുക്ക് വരേണ്ടത് ഇവിടെ എ ലിറ്റിൽ എന്നുള്ളതാണ്. ഓക്കെ, കുറച്ചുണ്ട് എന്നുള്ള അർത്ഥത്തിൽ എ ലിറ്റിൽ. നെക്സ്റ്റ്, ചൂസ് ദ സിനോണിം ഓഫ് ദി വേർഡ് വൂ ഫ്രം ദ ഫ്ലോയിങ് വേർഡ്. അപ്പോൾ ഇതിന്റെ സിനോണിം എന്ന് പറയുന്നത് ഡിസ്ട്രസ് ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫ്ലോയിങ് വേർഡ് ഈസ് ആൻ ആന്റോണിം ഓഫ് ദി വേർഡ് മാഡ്. മാഡിന്റെ ആന്റോണിം ആയിട്ട് വരുന്നത് സെയിൻ എന്നുള്ളതാണ് കേട്ടോ. ദെൻ ദ ഫ്രേസൽ വെർബ് ബീഫ് അപ്പ് മീൻസ്. അപ്പോൾ ബീഫ് അപ്പിന്റെ അർത്ഥം ടു മേക്ക് സംതിങ് ബിഗ്ഗർ എന്നുള്ളതാണ് കേട്ടോ. ദെൻ ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. എ സ്കൂൾ ഓഫ് ഫിഷ് എന്നുള്ളതാണ് കറക്റ്റ്. ദെൻ നെക്സ്റ്റ്, എൻസൈക്ലോപീഡിയയുടെ കറക്റ്റ് സ്പെല്ലിങ് അത് ഇതാണ്. അത് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഇഡിയം ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് മീൻസ് ടു ഡു സംതിങ് പോയിന്റ്ലെസ് എന്നുള്ളതാണ് വരിക. വാട്ട് ഇസ് ദ വേർഡ് അഡ്ഹോക്ക്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ് എന്നുള്ളതാണ്. സ്റ്റഡി ഓഫ് മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ അത് ഓറോളജി ആണ്. ദെൻ ഫൈൻഡ് ദ വേർഡ് ദാറ്റ് ബെസ്റ്റ് ഫിറ്റ്സ് ഇൻ ടു ദ ബ്ലാങ്ക് സ്പേസ് ആൻഡ്
ഡാഷ് എ സം ഓഫ് ₹500 ഔട്ട് ഓഫ് ദി ബാങ്ക് എവറി വീക്കെൻഡ്. ഒരു സർട്ടൺ എമൗണ്ട് എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വരുന്നത് ഏതാണ്? ഡ്രോസ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഔട്ട് ഓഫ് ദി ഗിവൺ വേർഡ്സ് വൺ വേർഡ് ഇസ് മിസ്പെൽ. ആ മിസ്പെൽഡ് ആയിട്ടുള്ളത് ഓംലെറ്റ് എന്നുള്ളതാണ്. അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് OMELETTE. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഓംലെറ്റിന്റെ സ്പെല്ലിംഗ് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണെന്നുള്ള രീതിയിലേ ചോദിക്കുള്ളൂ. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏതാണ്? അത് തടിനിയാണ്. വിപരീത പദം എഴുതുക. ചഞ്ചലം എന്താണ്? അചഞ്ചലം. നെക്സ്റ്റ് ഉണ്മ എങ്ങനെ പിരിച്ചെഴുതാം? ഉൾ പ്ലസ് മ എന്നുള്ളതാണ്. ശരിയായ പദം ഏതാണ്? നിശ്ചയം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് സമാന പദം ഏതാണ്? സൂര്യൻ. അപ്പോൾ സൂര്യന്റെ പര്യായം, അതുപോലെ ചന്ദ്രൻ, കാറ്റ്, അതുപോലെ അഗ്നി, ഇതിന്റെയൊക്കെ പര്യായം ഇതിനോട് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മലയാളത്തിന്റെ ഏരിയാസ് ഇതാക്കാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച് കണ്ടേക്കുന്നതിന്റെ പര്യായ പദങ്ങൾ ഓരോ ദിവസവും എത്രണ്ണം വെച്ച് നോക്കി. നെക്സ്റ്റ് തെറ്റില്ലാത്ത വാക്യം ഏതാണ്? നന്ദി പറയുന്നു എന്നുള്ളതാണ് കേട്ടോ. ദെൻ ചീറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് അധ്വാനത്തിന്റെ മഹത്വമാണ്. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ടിന്റെ പരിഭാഷ വിത്തുഗുണം 10 ഗുണം എന്നുള്ളതാണ്. ചേർത്തെഴുതുക. ഇ പ്ലസ് ആൾ ഈവളാണ്. ദെൻ കുളങ്കോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എല്ലാ ചോദ്യങ്ങളും ഇതോടുകൂടി കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ടിൽ 20 ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് അത്രയും നമുക്ക് 2 പാർട്ടായിട്ട് ഇടേണ്ടി വന്നത് കേട്ടോ ഈ ഒരു പേപ്പറിന്റെ. അപ്പം 2 ഡിഗ്രി ലെവൽ പേപ്പറിന്റെ നമ്മൾ ആൻസേഴ്സ് നോക്കിയിട്ടുണ്ട്. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നത് നല്ലതല്ലേ എന്നുള്ളതും നിങ്ങൾ കമന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ എൻ്റെ ഡിസ്കഷനുമായിട്ടൊക്കെ വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.